മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. VS എന്ന വലിയ പടത്തലവൻ ഇനി ഓർമ്മകളിൽ നിലനിൽക്കും. നീട്ടിയും കുറുക്കിയുമുള്ള വേറിട്ട ശൈലിയിലൂടെ മറുപടി നൽകിയ VSന് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഓർമ്മ. VSന് സിറ്റി വിഷന്റെ അന്ത്യാഞ്ജലി. VSനെ ജനകീയനാക്കുന്നതിൽ ഇടുക്കി വഹിച്ചതും നിർണായകമായ പങ്ക്. മുല്ലപ്പെരിയാറിലും പൊമ്പിള ഒരുമൈ സമരത്തിലും മൂന്നാർ ദൗത്യത്തിലും മായാത്ത VSന്റെ കയ്യൊപ്പ നിറഞ്ഞു നിൽക്കുന്നു. ശാന്തൻപാറ വില്ലേജിലെ പേത്തൊട്ടിത്താവളത്തിൽ CHRൽ നിന്ന് മരം മുറിച്ചു കടത്തിയതിനും അനധികൃത നിർമ്മാണത്തിൽ നടത്തിയതിലും അന്വേഷണം ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ K. ഗുൽബേന്ദ്രൻ രംഗത്ത്. ദേവികുളം താലൂക്കിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണുമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന്റെ പ്രഖ്യാപനത്തിൽ ആശ്വാസത്തിലാണ് മൂന്നാർ ജനത. നന്ദി അറിയിച്ച CPI ദേവികുളം മണ്ഡലം കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. VS എന്ന വലിയ പടത്തലവൻ ഇനി ഓർമ്മകളിൽ നിലനിൽക്കും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോയ നേതാവ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കരുത്താണ് VS എന്ന മനുഷ്യനെ എക്കാലവും മുന്നോട്ട് നയിച്ചത്. ആരോപണങ്ങളെ ആശയപരമായി നേരിട്ട് നീട്ടിയും കുറുക്കിയുമുള്ള തന്റെ വേറിട്ട ശൈലിയിലൂടെ മറുപടി നൽകിയ മനുഷ്യൻ. എല്ലാം ഇനി കഴിഞ്ഞ കാലഘട്ടത്തിന്റെ VS എന്ന സമരനായകന്റെ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മകളായി മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ജനനം. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11ാം വയസ്സിൽ അച്ഛനും വിട പറഞ്ഞു. അച്ഛന്റെ സഹോദരിയാണ് VSനെ വളർത്തിയത്. ഗംഗാധരൻ, പുരുഷോത്തമൻ എന്നിവർ VSന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയുമാണ്. 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ചു. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു. പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി. ജ്വലിക്കുമൊരു തീജ്വാലയായെന്നുമി ഭൂവിൽ നിറഞ്ഞു നിൽക്കുമല്ലോ
VS-ൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കായി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് എത്തി. പുന്നപ്പറ വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ. അനീതി എന്ന പദത്തിനെതിരെ വീറോടും വാശിയോടെ 1952 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1954 പാർട്ടി കമ്മിറ്റിയിൽ അംഗമായി. 1966 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതിനൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1959 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം. 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2ആയി പിളർന്നതോടെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായി മാറി. 1964 മുതൽ 1970 വരെ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച് 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPIM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാളാണ് VS എന്ന വലിയ പടത്തലവൻ. സ്വാർത്ഥമായി നിറഞ്ഞ സമരമല്ല വേണ്ടതെന്നു ചൊല്ലി ജനഹൃദയങ്ങളിൽ നീതി. 1980 മുതൽ 1991 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 1986 മുതൽ 2009 വരെ 23 വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം. 1965 മുതൽ 2016 വരെ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഒടുവിൽ മത്സരിച്ച 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മൊത്തം 7 തവണ വിജയിക്കുകയും ചെയ്തു. ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS. 2006 മെയ് 18 കേരളത്തിന്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ VS-ന് 83 വയസ്സായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് VS തുടക്കമിട്ടു. മൂന്നാറിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ച VS നടത്തിയ നീക്കം മുന്നണിക്കുള്ളിൽ പോലും വിവാദങ്ങൾക്കും ഇടയാക്കി. സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണനിർവഹണം അദ്ദേഹത്തെ കേരളത്തിന്റെ ജനപ്രിയ ഭരണാധികാരിയാക്കി. അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞുപിടിച്ച നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും അടയാളപ്പെടുത്തലായി നിലനിൽക്കുകയാണ്. ഒടുവിലെല്ലാം ഓർമ്മകൾ മാത്രമാക്കി VS വിട പറഞ്ഞു. സമരനായകന് സിറ്റി വിഷന്റെ ആദരാഞ്ജലികൾ. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. VS എന്നും ഇടുക്കിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനകീയ നേതാവ് കൂടിയാണ്. VS-നെ ജനകീയനാക്കുന്നതിൽ ഇടുക്കിക്കും നിർണായക പങ്കുണ്ട്. ഇടുക്കിയിലെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടു. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. മതികെട്ടാൻ മലനിരയിലെ കയ്യേറ്റവും മൂന്നാർ ദൗത്യവും മുല്ലപ്പെരിയാറും പെമ്പിളവൊരുമൈ സമരവുമൊക്കെ VS-ന്റെ ഒരിക്കലും മാറാത്ത നിലപാടിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കരുത്തു പകർന്നു. 2002 മതികെട്ടാൻ മല കയറുമ്പോൾ VS-ഉം 80ാം വയസ്സിലേക്ക് ചുവട് വെച്ചിരുന്നു. എന്നിട്ടും മാറാത്ത നിലപാടിൽ നിന്ന് ഉറച്ച ചുവടുകളുമായി അദ്ദേഹം മതികെട്ടാൻ മല കയറി. മുല്ലപ്പെരിയാർ പ്രശ്നം ആളിക്കത്തിയ നാളുകളിൽ അണക്കെട്ടിൽ VS നേരിട്ടെത്തി. ചപ്പാത്ത് സമരപ്പന്തലിൽ വന്ന് പോരാട്ടത്തിന് പിന്തുണ അറിയിച്ചു. പുതിയ അണക്കെട്ട് പണിയാൻ കേരളം സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ എന്ന വലിയ മനുഷ്യൻ. കേരള ഗവൺമെന്റ് തന്നെ അതിന്റെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് കെട്ടണം എന്നാണ് നിർദ്ദേശമെങ്കിൽ അങ്ങനെ ഉള്ള വസ്തുത കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് മലയാളികളും മലയാളികളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ജനങ്ങളാകെ തന്നെ അതിൻ്റെ പേരിൽ അണിനിരന്ന് ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം തന്നു സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അങ്ങനെ
135 ലക്ഷം ജനങ്ങളെ സംരക്ഷിക്കുകയും തമിഴ്നാടിന് മുമ്പ് നൽകിക്കൊണ്ടിരുന്ന വെള്ളം തന്നെ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും എല്ലാമായിരിക്കും അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകാൻ പോകുന്നത്. 2007 മൂന്നാർ ദൗത്യം VS എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായിരുന്നു. മൂന്നാറിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് മേൽ JCB കൈകൾ ഉയർന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയും കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചും VS എല്ലാവരെയും അമ്പരപ്പിച്ചു. വീണ്ടും മൂന്നാറിൽ VS എത്തുന്നത് 2015. പൊമ്പിളയൊരുമൈ സമരം കേരളമാകെ ചർച്ചയായി നിൽക്കുന്ന സമയം. ഒരൊറ്റ രാഷ്ട്രീയക്കാരെ പോലും സ്ത്രീ തൊഴിലാളികൾ അംഗീകരിച്ചില്ല. എന്നാൽ VS എന്ന സമരനായകനെ മുദ്രാവാക്യം വിളികളോടെ സ്ത്രീ തൊഴിലാളികൾ വരവേറ്റു. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിലാണ് ആ സമരം അവസാനിച്ചത്. വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വന്നാൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയ ആ സമരത്തിന്റെ രൂപത്തിൽ തന്നെയുള്ള സമരം വേണ്ടിവരുമോ ഇല്ലയോ എന്നുള്ളത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇടുക്കിയുടെ മലയോരത്തിന്റെ മണ്ണും ഇവിടുത്തെ കർഷക ജനതയും എന്നും VSന്റെ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. പലപ്പോഴും VSന്റെ കർശന നിലപാടുകൾ മലയോര കർഷകർക്ക് പ്രതികൂലമാകുമോ എന്ന് പോലും പലരും ഭയപ്പെട്ടിരുന്നു. എന്നാൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട VS ഇടുക്കിയിലെ കർഷക സമൂഹത്തെ ചേർത്ത് നിർത്തി. CHR വിഷയത്തിലും ഗഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇടുക്കിക്കാർക്ക് വേണ്ടി ശക്തമായി നിലപാടെടുത്ത നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. VSന്റെ വിയോഗം തീരാ നഷ്ടം സമ്മാനിക്കുന്നത് ഇടുക്കിക്ക് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. VSൽ നിന്ന് മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് ശാന്തൻപാറ വില്ലേജിലെ പേത്തൊട്ടി താവളത്തിൽ 100 ഏക്കറിലധികം വരുന്ന CHR ഭൂമിയിൽ അനധികൃത നിർമ്മാണവും മരം മുറിക്കലും നടത്തിയതിൽ വിശദമായ അന്വേഷണവും നടപടിയും വേണമെന്നാവശ്യപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ K. ബുൾബേന്ദ്രൻ രംഗത്ത്. വൻമരങ്ങൾ മുറിച്ചു കടത്തിയതിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും പേത്തൊട്ടിയിൽ നിന്ന് മുമ്പും CHR മേഖലയിലെ മരം കൊള്ള നടന്നിട്ടുണ്ടെന്നും ബുൾബേന്ദ്രൻ ആരോപിച്ചു. ശാന്തൻപാറ വില്ലേജിൽ 217, 227, 230 സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന 42 ഹെക്ടർ പ്രദേശത്തു നിന്നാണ് കഴിഞ്ഞ ഏതാനും നാളുകൾ കൊണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നിടിച്ചു നിരത്തിയും മറ്റുമായി പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒപ്പം വൻമരങ്ങൾ പിഴുതെറിഞ്ഞും മുറിച്ചു കടത്തുകയും ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം വൻതോതിൽ നടത്തിയിരിക്കുന്ന മരം മുറിക്കലിനും അനധികൃത നിർമ്മാണത്തിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദവും ഉണ്ടെന്ന ആരോപണവും ഉയരുന്നു. 2 ആഴ്ച മുമ്പ് പേത്തൊട്ടിയിലെ CHR ഭൂമിയിൽ നിന്നും അനധികൃതമായി മരങ്ങൾ വെട്ടിക്കടത്തിയിരുന്നുവെന്നും പരിസ്ഥിതി പ്രവർത്തകനായ K. ബുൾബേന്ദ്രൻ ആരോപിച്ചു. ശാന്തൻപാറ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൻ്റെ പരിധിയിലുമാണ് ഈ പ്രദേശം. ഇവരുടെ അറിവില്ലാതെ ഇവർ കൂട്ടുനിൽക്കാതെ ഇവിടെ നിന്നും ഇതുപോലെ വ്യാപകമായ തടിക്കൊള്ള നടക്കുകയില്ല. ചന്ദനവയമ്പ്, കൊരങ്ങാട്ടി ഇതുപോലുള്ള അപൂർവ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവിടെ നിന്നും ലോഡ് കണക്കിന് മുറിച്ച് കടത്തിയിരിക്കുന്നത്. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും വെട്ടിക്കടത്തിയ തടിയും കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനവും അടക്കം കണ്ടെത്തണമെന്നും ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒപ്പം പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്നും ബുൾബേന്ദ്രൻ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. ഈ വൻ മരംകൊള്ളയുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് സിറ്റി വിഷനാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് K. ബുൾബേന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതൊന്നും കൂടി ഒന്ന് നോക്കാം. വ്യാപകമായിട്ട് തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ഉയർന്ന പ്രദേശമാണ്. ഇവിടുന്ന് കുന്നുകൾ ഇടിച്ചു നിരത്തിയും ഉയർന്ന പ്രദേശത്ത് വലിയ ചെക്ക് ഡാമിന് തുല്യമായ കുളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിടിച്ചിലും താഴ്ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം ഈ മണ്ണും വെള്ളവും വന്ന് വലിയ നാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയിൽ എവിടെ നോക്കിയാലും CHRലും അതുപോലെ സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്കായി കിടക്കുന്ന മലനിരകളെല്ലാം തന്നെ കയ്യേറ്റ മാഫിയകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് കൂട്ടുനിന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഈ കയ്യേറ്റവും
നടത്തിയവർക്കെതിരെയും അതുപോലെ ഈ തടി മുഴുവൻ വെട്ടിക്കടത്തിയത് കണ്ടെത്തുകയും തടി കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടെത്തി കേസെടുക്കണമെന്നുമാണ് പറയാനുള്ളത്. കാലങ്ങളായി നിലനിൽക്കുന്ന ദേവികുളം താലൂക്കിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പ്രഖ്യാപനം ഏറെ ആശ്വാസകരമാണെന്ന് CPI ദേവികുളം മണ്ഡലം കമ്മിറ്റി. നിരവധിയായ പ്രതിഷേധങ്ങളും CPI നേതൃത്വത്തിൽ നടത്തിയ സാഹചര്യവും ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. നിലവിൽ കുറ്റ്യാർ വാലിയിലെയും നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. വട്ടവട പഞ്ചായത്തിലെ കൊട്ടാക്കമ്പൂർ വട്ടവട വില്ലേജുകളിലായി നിലനിൽക്കുന്ന നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയ സർവേകൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടുക്കിയിലെത്തി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിനായി സർവേ ടീമിന് വാഹനമടക്കമുള്ള സൗകര്യങ്ങളും നൽകി കഴിഞ്ഞു. കുറ്റ്യാർ വാലിയിലെ സർവേ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ 6 RIമാരെ കൂടി ഇടുക്കി ജില്ലാ കളക്ടർ നിയമിച്ചു. കുറ്റ്യാർ വാലിയിൽ 10 സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന 770 പേർക്ക് പ്ലോട്ട് തിരിച്ച് ഭൂമി കണ്ടെത്തി സർവേ പൂർത്തീകരിച്ചു. 5 സെന്റ് നൽകിയിരിക്കുന്ന 2229 പേരിൽ 1849 പേരുടെ പ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കുവാനും നിർദ്ദേശം നൽകി. ഇതോടൊപ്പം മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെ 240 പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാഗുവര SC കോളനിയിലെ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കച്ചേരി സെറ്റിൽമെന്റ്, അന്തോണിയാർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ചു നൽകിയിട്ടില്ല. ഇത് പരിഹരിക്കുവാനും തഹസിൽദാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മന്ത്രിയുടെ ഇടപെടലിൽ കാലങ്ങളായി നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മന്ത്രി കെ രാജനെയും ഇടത് സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. വട്ടവട നീലക്കുറിഞ്ഞി സാങ്ച്വറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 20 വർഷക്കാലമായി നിലനിന്നിരുന്ന പ്രശ്നത്തിന് അന്തിമമായി പരിഹാരം കണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ദിവസം തന്നെ ബുധനാഴ്ച ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സബ് കളക്ടറും മറ്റും സർവേ ഡിപ്പാർട്ട്മെന്റ് അളന്നു തിരിക്കാനുള്ള ആദ്യഘട്ട നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ ദേവികുളം താലൂക്കിലെ വിവിധങ്ങളായിട്ടുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേരള സർക്കാരും സഖാവ് കെ രാജനും നടപടിയെടുത്തതിന് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളും. സിറ്റി വിഷൻ മൂന്നാർ. പട്ടയക്കുടി ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഉദ്ഘാടനവും ആർട്ടിസാൻസ് കാർഡ് വിതരണവും നടന്നു. പട്ടയക്കുടി പ്രതിഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്നും ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച ഗോത്രവർഗ ഉൽപ്പന്നമായ കണ്ണാടിപ്പൈ നിർമ്മിക്കുന്നവരുടെ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ആർട്ടിസർ കാർഡ് വിതരണവുമാണ് പട്ടയക്കുടി പ്രതിഭ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ജില്ലാ കളക്ടറെ പരമ്പരാഗത ആദിവാസി ശൈലിയിൽ സ്വീകരിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. അത് കാണുമ്പോൾ ഭംഗിയുണ്ട്, പക്ഷെ ഇനിയും കുറച്ച് ഭംഗി കൂട്ടിയാൽ എല്ലാവർക്കും ഇത് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കും. സോ അതേപോലെ കുറച്ചും കൂടി ചെയ്യാൻ നമ്മുടെ GM വഴി ആർട്ടിസൻസ് കൂടി ഇത് നമ്മളെന്തോ കൂടുതൽ കളർ. ആർട്ടിസൻ കാർഡ് വിതരണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ്മ ഷാമുവൽ ആമുഖ പ്രഭാഷണം നടത്തി. കണ്ണാടിപ്പായ ഭൗമസൂചിക പദവിയും സാധ്യതകളും എന്ന വിഷയത്തിൽ ഫോറസ്റ്റ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ AV രഘു ക്ലാസ് നയിച്ചു. ആശംസ അറിയിച്ച ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രവി, കോർഡിനേറ്റർ ബിജു വർഗീസ്, ITDP പ്രൊജക്ട് ഓഫീസർ G അനിൽ, ഊരുമൂപ്പൻ ബിബിൻ രാജപ്പൻ, മണി KV എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ ഇടുക്കി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്ത സത്യങ്ങൾ. നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. SNDP യോഗം പച്ചടി ശ്രീധരൻ സ്മാരക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശാഖായോഗം, ഭരണസമിതി, കുടുംബയോഗം നേതാക്കൾക്കായി മുന്നേറ്റം 2025 ഏകദിന നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാമക്കൽമേട് SN ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന നേതൃത്വ ക്യാമ്പ് യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗം പ്രബലമായ ഈ കാലഘട്ടത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ഈഴവ ജനതയെ തഴയുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കമ്മിറ്റി പുനഃസംഘടനയിൽ ചില സമുദായങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അവിടെയും ആനുപാതികമായ പരിഗണന നമുക്ക് ലഭിക്കാറില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സജി പറമ്പത്ത് പറഞ്ഞു. ഇതൊരു വർഗീയ സംഘടനയാണ്, വർഗീയ പ്രവർത്തനമാണ് കൂടുതലായി നടത്തുന്നത് എന്ന് ആക്ഷേപം പറയുന്ന ആളുകൾക്ക് ഞാനിങ്ങനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഗുരു പറഞ്ഞതുപോലെ മതഭേദമായ മനുഷ്യനായാൽ മതി. പരിപാടിയുടെ ഭാഗമായി അവശത അനുഭവിക്കുന്നവർക്കായി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സഹ്യാദ്രിനാഥ ശ്രീനാരായണ ഗുരു ജീവകാരുണ്യ നിധി ഓരോ കുടുംബങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനായി കുടുക്ക വിതരണവും നടത്തി. യോഗം ബോർഡ് മെമ്പർ KN തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി സുധാകരൻ ആടിപ്ലാക്കൽ, സ്വാമി പ്രബോധ തീർത്ഥ, യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ CM ബാബു, ജയൻ കല്ലാർ, സുരേഷ് ചിന്നാർ, മധു കമലാലയം, വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സംഘടനാ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകി ഹൈറേഞ്ച് NSS യൂണിയന്റെ 54ാമത് വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ ചെയർമാൻ KS അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം 24 ലക്ഷം രൂപയുടെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പാസാക്കി. ഹൈറേഞ്ച് NSS യൂണിയന്റെ ആഭ്യന്തര സംഘടനാ കാര്യങ്ങളിൽ ഇടപെടാൻ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കരുതെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും ആ മാന്യത NSSനോട് കാണിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാവണമെന്നും യൂണിയൻ പൊതുയോഗം ആവശ്യപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നായർ സമുദായത്തിന്റെ കെട്ടുറപ്പ് തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നും കഴിഞ്ഞ 63 വർഷമായി നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് സമുദായ പ്രവർത്തനം നടത്തുന്ന NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രമേയം യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഹൈറേഞ്ചിലെ ജനങ്ങളുടെ യാതന മാറ്റുന്നതിന് വേണ്ടി, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, തുടർന്നും അവരെ സംഘടനാ പ്രവർത്തനത്തിൽ നിർത്തിക്കൊണ്ട് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം, സാമുദായിക പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനമൊക്കെ കാര്യക്ഷമമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ രാവണനെ യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ, KS ഭാസിപ്പിള്ള, KV അജയകുമാർ, ഹരി S നായർ, KN സുകുമാരൻ നായർ, KK ഗോപകുമാർ, K ശശികുമാർ, PB പ്രഭാകരൻ നായർ, ഉത്തമൻ നായർ, PG പ്രസാദ്, കൃഷ്ണമ്മ അരവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടന യാത്ര ഒരുക്കുന്നു. ഓഗസ്റ്റ് 31 രാവിലെ 7 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുറപ്പെടുന്ന യാത്ര കൊടുങ്ങല്ലൂർ മുതൽ മൂകാംബിക വരെയുള്ള 7 ക്ഷേത്രങ്ങളിൽ ദർശനമൊരുക്കും. ഇതാദ്യമായാണ് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഐതിഹ്യം നിറഞ്ഞതും ഹൈന്ദവ വിശ്വാസത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നതുമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നത് ഓരോ ഭക്തരുടെയും ജീവിതാഭിലാഷമാണ്. തോട്ടമേഖലയിലെ ഭക്തജനങ്ങൾക്കായാണ് ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മുതൽ മൂകാംബിക വരെയുള്ള 7ഓളം ക്ഷേത്രങ്ങളിൽ ദർശന സൗഭാഗ്യമൊരുക്കുന്നത്. ഓഗസ്റ്റ് മാസം 31 രാവിലെ 7 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടന യാത്രയിൽ പങ്കെടുത്ത് വിവിധ ക്ഷേത്ര ദർശനങ്ങൾ വഴി അനുഗ്രഹപ്രാപ്തി നേടുവാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രം മാതൃസമിതി ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ജയ ജിജി, സെക്രട്ടറി ധന്യ കാർത്തികേയൻ,
ചിത്ര രാജു എന്നിവർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമമായിട്ടൊരു തീർത്ഥയാത്ര നടത്തുകയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഗൂഢചാത്രി, അത് നമ്മുടെ സ്വന്തം റിസ്കിൽ പോകേണ്ടതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഇതിലേക്ക്, ഇതിന് കുറച്ച് സീറ്റുകൾ ഒഴിവുണ്ട്, അതിലേക്ക് ഭക്തജനങ്ങളെ ക്ഷണിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം മുതൽ ആരംഭിച്ച ഗുരുവായൂർ, കാടാമ്പുഴ, പറശ്ശിനിക്കടവ്, ഉടുപ്പി, മുരടേശ്വർ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ദർശനശേഷം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അവസാനിക്കും. മൂകാംബികയിൽ നിന്നും കുടജാത്രിയിൽ ദർശനം നടത്തേണ്ടവർ സശ്രമമായി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. താമസം, ഭക്ഷണം, യാത്രാ ചിലവ് എന്നിവയടക്കം 7000 രൂപയാണ് ഒരാൾക്ക് ചിലവായി നിശ്ചയിച്ചിരിക്കുന്നത്. തീർത്ഥാടന യാത്രാവേളയിലെ ഭക്ഷണക്രമം തികച്ചും വെജിറ്റേറിയൻ ആയിരിക്കുമെന്നും തീർത്ഥാടകരെ തിരികെ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ തന്നെ എത്തിക്കുമെന്നും മാതൃസമിതി ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. സ്വന്തമായ ഒരു ഓഫീസ് മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി രാജകുമാരി സൗത്ത് ലയൺസ് ക്ലബ്ബ്. രാജകുമാരി ടൗണിന്റെ ഹൃദയഭാഗത്തൊരുക്കിയ ആസ്ഥാന മന്ദിരത്തിന് ലയൺസ് ഹൗസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ലയൺസ് ഹൗസിന്റെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ നിർവഹിച്ചു. 2010 രാജകുമാരി സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലയൺസ് ക്ലബ്ബ് 15 വർഷം പിന്നിടുമ്പോൾ സാമൂഹിക സേവന രംഗത്ത് സജീവ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 4 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി, നിരവധി ചികിത്സാ സഹായങ്ങളും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഉപകരണങ്ങളും എത്തിച്ചു നൽകി. 15 വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ലയൺസ് ക്ലബ്ബ് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. രാജകുമാരി ടൗണിനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഓഫീസ് മന്ദിരത്തിന് ലയൺസ് ഹൗസ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CD തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ PV ബേബി, ബേസിൽ T ജേക്കബ്, സുബിൻ ചാക്കോ, ബിനോ ജോസഫ്, സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VS എന്ന വലിയ പടത്തലവൻ ഇനി ഓർമ്മകളിൽ നിലനിൽക്കും. നീട്ടിയും കുറുക്കിയുമുള്ള വേറിട്ട ശൈലിയിലൂടെ മറുപടി നൽകിയ VSന് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഓർമ്മ. VSന് സിറ്റി വിഷന്റെ അന്ത്യാഞ്ജലി. VSനെ ജനകീയനാക്കുന്നതിൽ ഇടുക്കി വഹിച്ചതും നിർണായകമായ പങ്ക്. മുല്ലപ്പെരിയാറിലും പൊമ്പിളയൊരുമൈ സമരത്തിലും മൂന്നാർ ദൗത്യത്തിലും മായാത്ത VSന്റെ കയ്യൊപ്പ നിറഞ്ഞു നിൽക്കുന്നു. ശാന്തൻപാറ വില്ലേജിലെ പേത്തൊട്ടിത്താവളത്തിൽ CHRൽ നിന്ന് മരം മുറിച്ചു കടത്തിയതിലും അനധികൃത നിർമ്മാണത്തിൽ നടത്തിയതിലും അന്വേഷണം ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ K. ബുൾബേന്ദ്രൻ രംഗത്ത്. ദേവികുളം താലൂക്കിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണുമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന്റെ പ്രഖ്യാപനത്തിൽ ആശ്വാസത്തിലാണ് മൂന്നാർ ജനത. നന്ദി അറിയിച്ച CPI ദേവികുളം മണ്ഡലം കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.